എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ CapCut iOS ക്രാക്ക് ചെയ്ത് കാണിച്ചു തന്നിരുന്നു. ഈ വീഡിയോയിൽ അത് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ആ വീഡിയോയുടെ ഇടയിൽ ഇഷ്ടംപോലെ ആൾക്കാർ ലൈറ്റ് റൂം iOS ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അതുപോലെ വേറെ സോഫ്റ്റ്വെയറുകളൊക്കെ ചോദിച്ചിരുന്നു. കുറേ പേര് DM ചെയ്തിരുന്നു. എന്തായാലും ആൻഡ്രോയിഡിലെ പോലെ തന്നെ iOSലും ആപ്പുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇത് സ്പോട്ടിഫൈ ആണ്. സ്പോട്ടിഫൈ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പക്ഷേ പ്രീമിയം കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേണമെങ്കിൽ ഫ്രീ പ്ലാനിൽ ഞാൻ പാട്ടുകൾ സ്കിപ്പ് ചെയ്തും കാണിച്ചു തരാം. എത്ര വേണമെങ്കിലും സ്കിപ്പ് ചെയ്യാം. പ്രീമിയം പോലെ തന്നെ ഇഷ്ടമുള്ള പാട്ട് പ്ലേ ചെയ്യാം. അതുപോലെ ലൈറ്റ് റൂം ആണിത്. അതുപോലെ ഒരുപാട് ആപ്സ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ പിക്സാർട്ടാണ്. അപ്പോൾ നമ്മൾ CapCut ക്രാക്ക് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ മെത്തേഡ് വെച്ചിട്ടാണ്. ഈ ആപ്പ് ബാക്കപ്പ് എടുക്കും, എന്നിട്ട് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഡാറ്റ കമ്പ്യൂട്ടറിൽ നമ്മൾ എഡിറ്റ് ചെയ്യും, എന്നിട്ട് വീണ്ടും ആ ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യും. ആപ്പ് ബാക്കപ്പ് ആദ്യം നിങ്ങളുടെ PC അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ iMazing 2 ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. സാധാരണ iOS ക്രാക്ക്ഡ് ആപ്സ് കിട്ടാൻ വേണ്ടിയിട്ട് PCയുടെ ആവശ്യം വരാറില്ല. പക്ഷേ CapCutൻ്റെ സെക്യൂരിറ്റി അത്രയ്ക്ക് ടൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് PC യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ iMazing ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്യുക, ട്രസ്റ്റ് കൊടുക്കുക, പാസ്വേഡ് അടിക്കുക. പിന്നെ നമ്മൾ ഈ സംഭവം ചെയ്യുന്നത് വരെ മാത്രം നിങ്ങളുടെ iCloud സെറ്റിംഗ്സിൽ പോയിട്ട് ഫൈൻഡ് മൈ ഐഫോൺ ഓഫ് ചെയ്ത് നോക്കുക. അതിനുശേഷം iMazing ഓപ്പൺ ചെയ്ത് ഒരു ബാക്കപ്പ് എടുത്ത് നോക്കുക. സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ഇൻ കേസ് ഏതെങ്കിലും തരത്തിൽ ഡാറ്റ ലോസ് ആയാൽ പിന്നെ ഈ ബാക്കപ്പ് ഉപകാരപ്പെടും. അതുപോലെ ബാക്കപ്പ് എൻക്രിപ്ഷൻ ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച പാസ്വേഡ് കൂടി ബാക്കപ്പ് ആവും. അപ്പോൾ ബാക്കപ്പ് കംപ്ലീറ്റ് ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മാനേജ് ആപ്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഓപ്ഷൻ ബട്ടൺ അടിച്ചതിന് ശേഷം റീസ്റ്റോർ ആപ്പ് ഡാറ്റ കൊടുക്കുക, ചൂസ് കൊടുക്കുക, എന്നിട്ട് നമ്മുടെ CapCutൻ്റെ ബാക്കപ്പ് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളിങ് CapCut എന്ന് കാണിക്കും. CapCutൻ്റെ മാത്രം ഡാറ്റയാണ് ബാക്കപ്പ് റീസ്റ്റോർ ആവുന്നത്. റീസ്റ്റോറേഷൻ സക്സസ്ഫുൾ എന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് ഫോൺ റിമൂവ് ചെയ്യാം. റീസ്റ്റോറേഷൻ കഴിഞ്ഞു വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ്. മാക്സിമം ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. അതായത് ഇവിടെ ഫോൺ പാർഷ്യലി സെറ്റപ്പ് എന്ന് കാണിക്കും. എറേസ് ആൻഡ് സ്റ്റാർട്ട് ഓവർ എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യരുത്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ കംപ്ലീറ്റ്ലി ഫോർമാറ്റ് ആവും. അതുകൊണ്ട് കണ്ടിന്യൂ വിത്ത് പാർഷ്യൽ സെറ്റപ്പ് എന്ന് കൊടുക്കുക. ഫോൺ സെറ്റപ്പ് ആയി കഴിഞ്ഞ് നിങ്ങൾക്ക് CapCut ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്രോ ഫീച്ചേഴ്സ് ആക്ടിവേറ്റ് ആയത് കാണാം. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ സേവ് ചെയ്ത് വെച്ചോളൂ, അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചോ.